നമ്പർ 10 പൊസിഷനിൽ ഫെർമിൻ ഫോമായതൊഴിച്ച് ഒളിമ്പിയാക്കോസിനെതിരെയുള്ള ബാഴ്സയുടെ റിസൾട്ട് അത്ര നല്ലതായിരുന്നില്ല. ആദ്യത്തെ ഗോളിൽ എവിടെയോ നോക്കി നിൽക്കുന്ന സെൻട്രൽ ബാക്സ്. ഏറെക്കുറെ ഫുൾ ടൈം കളിച്ച യാമൽ ആകെ ബോൾ ടച്ച് ചെയ്തത് 27 തവണ. സ്വന്തം ഹാഫിൽ വെച്ച് ബിൽഡപ്പ് ഫേസിൽ പലതവണ ബോൾ മിസ് ചെയ്യുന്ന സിനാരിയോസ്. കെസഡോയുടെ അത്രയും ഡിസിസീവ് അല്ലാത്ത ഒരു പ്രകടനം. ശരിക്കും ഇത് ബാഴ്സയുടെ ഈ മന്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണോ, അതോ നമ്മൾ ഫാൻസിൻ്റെ എക്സ്പെക്ടേഷൻ കുറഞ്ഞതോ? ലെറ്റ്സ് റിവ്യൂ ദ ഗെയിം. മാച്ച് വീക്ക് 3 ബാഴ്സലോണ വേഴ്സസ് ഒളിമ്പിയാക്കോസ്. ജിറോണയ്ക്കെതിരെയുള്ള അവസാന ഗെയിമിൽ ഇഞ്ചുറി ടൈമിൽ അറോഹയുടെ ഗോളിലാണ് ബാഴ്സ കഷ്ടിച്ച് 2-1 ജയിച്ച് ഈ ഗെയിമിലേക്ക് വരുന്നത്. ഗ്രീസിലെ സൂപ്പർ ലീഗിൽ അവരുടെ ലാസ്റ്റ് ഗെയിമിൽ 2-0 ജയിച്ച് അവരുടെ ടേബിളിൽ സെക്കൻഡായാണ് ഒളിമ്പിയാക്കോസ് നിൽക്കുന്നത്. സ്ഥിരം 4-2-3-1 ഫോർമേഷനിൽ തന്നെയാണ് ബാഴ്സ ഇക്കുറി ഇറങ്ങിയത്. ഈ സീസണിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഫ്ലിക്ക് ഒരു ഗെയിമിന് ഉപയോഗിച്ച സെയിം ഡിഫൻസീവ് ലൈനപ്പ് തന്നെ അടുത്ത ഗെയിമിനായിട്ട് ഉപയോഗിക്കുന്നത്. യോവാൻ ഗാസിയയ്ക്കും ടെർ സ്റ്റെഗനും പരിക്കായതുകൊണ്ട് ഷെസ്നി ആയിരുന്നു ഇത്തവണ ഗോൾ കീപ്പർ ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം ബാഴ്സയുടെ കുറച്ച് നല്ല പോയിന്റ്സ് പറയാം. സാധാരണ ഗെയിംസിൽ പെഡ്രീനെ മിഡ്ഫീൽഡിൽ മാൻമാർക്ക് ചെയ്ത് യാമലിൻ്റെ വിങ്ങിൽ ഒരു എക്സ്ട്രാ പ്ലെയറിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ബാഴ്സയ്ക്ക് ഒരു ഐഡിയ ഇല്ലാത്ത പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇത്തവണ ഫെർമിൻ, റാഷ്ഫോർഡ്, ബ്രോ ഫെർണാണ്ടസ് ഇവർ 3 പേരും ഫ്രണ്ട് ലൈനിൽ വളരെ എളുപ്പത്തിൽ അവരുടെ പൊസിഷൻസ് സ്വിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒളിമ്പിയാക്കോസിൻ്റെ ഡിഫെൻഡിങ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ബാഴ്സയ്ക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസും കിട്ടി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സയുടെ ഹൈ പ്രസിൻ്റെ സക്സസ് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു, പ്രത്യേകിച്ച് തുടക്കത്തിൽ. ഇനി ഗെയിമിൽ ബാഴ്സയുടെ ഏറ്റവും പോസിറ്റീവ് സൈഡ് പറയാം. നമ്പർ 10 പൊസിഷനിലെ ഫെർമിൻ്റെ പെർഫോമൻസ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ് ഫെർമിൻ. ഞാൻ പലപ്പോഴും ഓൾമോനേക്കാളും ഫസ്റ്റ് ലെവലിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറാണ് ഫെർമിൻ. ഫെർമിൻ്റെ പാഷൻ, റിലൻലെസ് ആയിട്ടുള്ള പ്രസ്സിങ്, ബോൾ വിൻ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, വളരെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഫെർമിൻ. പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഫെർമിൻ അത്ര ടെക്നിക്കലി അത്ര നല്ല ഒരു പ്ലെയർ അല്ല എന്നാണ്. പക്ഷെ അത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ കളിയിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും മൂന്നാമത്തെയും ഗോൾ കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് ആ മൊമെൻറ്റിൽ ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഈ ഹാട്രിക്ക് അടിച്ചത് 3 വീക്ക് ഫുട്ട് വെച്ചിട്ടാണ്. പിന്നെ സന്തോഷിക്കാൻ വകയുള്ളത് റാഷ്ഫോർഡിൻ്റെയും ഡ്രോ ഫെർണാണ്ടസിൻ്റെയും പെർഫോമൻസ് ആണ്. ഇതിനു മുമ്പ് ഡ്രോ ഫെർണാണ്ടസ് ഇറങ്ങിയപ്പോൾ ഒരു അറ്റാക്ക് മിഡ്ഫീൽഡ് പൊസിഷനിലാണ് കളിപ്പിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത്രയും കാര്യമായിട്ട് ആ ഗെയിമിൽ ഇൻവോൾവ് ആവാനോ ഒരു മൂവ്മെൻറ്റ്സ് നടത്താനുള്ള ഒരു സ്പേസ് ഒന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ ഇത്തവണ ഡ്രോ ഫെർണാണ്ടസിനെ ഫ്ലിക്ക് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിച്ചു. അവിടെ കിട്ടിയ സ്പേസൊക്കെ ആരും യൂസ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി റാഷ്ഫോർഡിനെ നോക്കുകയാണെങ്കിൽ ഓരോ ഗെയിം ബൈ ഗെയിമും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു പ്ലെയറായിട്ട് എനിക്ക് റാഷ്ഫോർഡിനെ തോന്നി. ഇപ്പോൾ ആദ്യമായിട്ട് തുടക്കത്തിൽ നമ്മുടെ യുണൈറ്റഡിന് സൈൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എല്ലാവരുടെ സൈഡിൽ നിന്നും. റാഷ്ഫോർഡ് ഓൾറെഡി അവിടെ 100% കൊടുക്കുന്നില്ല. ഫ്ലിക്കിന് വേണ്ടത് വളരെയധികം എനർജറ്റിക്കായിട്ട് പ്രസ് ചെയ്യുന്ന വളരെയധികം മൂവ്മെൻറ്റ്സ് നടത്തുന്ന പ്ലേയേഴ്സിനാണ്. അപ്പോൾ റാഷ്ഫോർഡിന് എടുത്തപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ റാഷ്ഫോർഡ് അതിനൊക്കെ തെറ്റാന്നുള്ള രീതിയിൽ കാണിച്ച് ഇപ്പോൾ വളരെയധികം ഡിഫൻസിലും ഇൻവോൾവ് ആവുക, അതുപോലെ തന്നെ ഗോൾ സ്കോറിങ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക, പവർഫുള്ളായിട്ടുള്ള കിടിലൻ ഷൂട്ട്സ് ട്രൈ ചെയ്യുക. ഒരു ബിഗ് മാച്ചസിന് പറ്റിയ ഒരു പ്ലെയറാണ് റാഷ്ഫോർഡ്. അതും ഭയങ്കര ഹോപ്പ് നൽകുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഒരു 50-50 ഗെയിമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഒളിമ്പിയാക്കോസ് ആ ഫസ്റ്റത്തെ അവരുടെ കംബാക്ക് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിൽ ഗെയിം കുറച്ചുകൂടിയും ഒളിമ്പിയാക്കോസ് നന്നായി കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പിന്നെയുള്ള ഒരു പ്രശ്നം, ബാഴ്സയെ ഈ ഗെയിമിൽ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്, ഈ സീസണിലും ഇനി വരുന്ന പല ഇമ്പോർട്ടൻറ്റ് ഗെയിംസിലും ബാഴ്സയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആവാൻ പോകുന്ന ഒരു കാര്യമാണത്. നമ്മുടെ ഗോൾ കീപ്പിംഗ് സൈഡ് കൂടുതൽ ബിൽഡപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ് ബാഴ്സലോണ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഹൈ പ്രസ് വരുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു മെമ്പറാണ് ഗോൾ കീപ്പർ എന്നുള്ളത്. പക്ഷേ ഈ കളിയിലാണെങ്കിലും ഇതിന് മുന്നത്തെ കളികളിലാണെങ്കിലും ഷെസ്നി ഒരു അടിപൊളി ഫുഡ് പ്ലെയർ അല്ല. അതിൻ്റെ ഇഷ്യൂസ് നമുക്ക് ഇതിലും കാണാൻ പറ്റും. എൻ്റെ ശരിയാണെങ്കിൽ ഇനി വരുന്ന റയൽ മാഡ്രിഡിനെതിരെയുള്ള കളികളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മാച്ചുകളിലും അത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് ഈ കളിയിലെ കസഡോയുടെ പെർഫോമൻസ് ആണ്. എനിക്ക് ടാക്റ്റിക്കലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിസിഷനായിരുന്നു കസഡോനെ ഫസ്റ്റ് ലെവലിൽ ഇറക്കുക എന്നുള്ളത്. ഇത് തുടർച്ചയായിട്ടുള്ള സെക്കൻഡ് ഗെയിമിലാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫുൾ ബാക്സ് ഒക്കെ വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഒരു കൗണ്ടറൊക്കെ വരുമ്പോൾ ഡിഫെൻസീവ് ബാലൻസിന് വേണ്ടിയിട്ട് കസഡോയെ പോലെ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന മിഡ്ഫീൽഡേഴ്സ്, കുറച്ച് ഡിഫെൻസീവായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് വളരെ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു കളിയിൽ ഓഫ് ദ ബോൾ ആണെങ്കിലും ഓൺ ദ ബോൾ ആണെങ്കിലും കസഡോ
തീരെ വിസിബിൾ ആയിരുന്നില്ല. അതെനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഗെയിമിൻ്റെ വഴിത്തിരിവായിട്ടുള്ള 2 മൊമെൻറ്റ്സും, റെഡ് കാർഡ് സിറ്റുവേഷനും പെനാൽറ്റിയും, അത് രണ്ടും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോൾസായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് സെക്കൻഡ് യെല്ലോ കാർഡ് VARന് ചെക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുക്കുന്നതും വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ഒളിമ്പിയാക്കോസിൽ നിന്നും മൊത്തത്തിൽ ഗെയിം ബാഴ്സയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നത്. എന്നിരുന്നാലും ഗെയിമാണ്, ഗെയിം കംപ്ലീറ്റ് ചെയ്ത് 3 പോയിൻറ്റ്സ് കിട്ടി. 5 ഗോൾസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. നോക്കൗട്ട് സ്റ്റേജിൽ ബാഴ്സയ്ക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ 2 ഗെയിം ഓൾറെഡി തോറ്റിരിക്കുന്ന ബാഴ്സയ്ക്ക് ഒരു കംബാക്ക് ആവശ്യമായിരുന്നു എൽ ക്ലാസിക്കോക്ക് മുന്നേ. ആ ഒരു പർപ്പസ് ഈ ഗെയിം ഫുൾഫിൽ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ബാഴ്സയുടെ മറ്റൊരു ഗെയിം റിവ്യൂവുമായി കാണാം.